നമസ്കാരം, എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഞാനൊരു കോൺട്രാക്ടറാണ്, ഫ്ലോറിംഗ് കോൺട്രാക്ടറാണ്. കെട്ടമണി കേട്ടിങ്ങനെ നടക്കുന്നത് തന്നെ ഇതെൻ്റെ സുഹൃത്തിൻ്റെ വീടാണ്. എൻ്റെ സുഹൃത്തിൻ്റെ പേര് സുനി എന്നാണ്. എൻ്റെ നെയ്ബറും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം തന്നെ സ്വന്തം കാഴ്ചപ്പാടിൽ നല്ല രീതിയിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കറിയാം, ഏറ്റവും നല്ല മെറ്റീരിയൽ ഇട്ട് ഏറ്റവും നന്നായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന നല്ല ക്ലാസ് ആയിട്ടുള്ള വീട് അദ്ദേഹം പണിതിട്ടുണ്ട്. പിന്നെ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ആമ്പല്ലൂർ പഞ്ചായത്തിൽ മാരിത്തായം പോസ്റ്റ് ഓഫീസിന് തൊട്ടടുത്താണ്. അത് തന്നെയല്ല, കാഞ്ഞിരറ്റം പള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ലാൻഡിലേക്ക് നമുക്ക് കറക്റ്റ് 1.5 കിലോമീറ്റർ ഉള്ളൂ. 1.5 കറക്റ്റ് കിലോമീറ്ററാണത്. കാരണം ഞങ്ങൾ ഡ്രൈവ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ 1.5 കിലോമീറ്ററിൽ നല്ല ശുദ്ധവായുവും നല്ല വെള്ളവും നല്ല അയൽവാസികളും. ഏറ്റവും പ്രത്യേകത പറയുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്, അമ്പലമുണ്ട്, ക്രിസ്ത്യൻ ചർച്ചുണ്ട്, അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് താമസിക്കാനും നല്ല അയൽവാസികളൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു കാമൻ ക്വയറ്റായിട്ടുള്ള ഒരു ഏരിയയാണിത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു പ്രദേശത്തെ പറ്റി പറയണം, നിങ്ങളോട് പറയാം. ഒരു ഒന്നൊന്നര വൈബാണ് ഇവിടെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ, അതുപോലെ നല്ല സ്നേഹമുള്ള മനുഷ്യർ, പിന്നെ ഇഷ്ടംപോലെ അയൽവാസികൾ. പിന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ തൊട്ടടുത്ത് ക്ഷേത്രം, അതുപോലെ ഈ വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിലേക്കും അതുപോലെ നമ്മുടെ മസ്ജിദിലേക്കും സെയിം ദൂരമായിരിക്കും നടക്കുകയെന്നുണ്ടെങ്കിൽ. അത്ര അടുത്ത് ക്ഷേത്രമുണ്ട്, മസ്ജിദുണ്ട്. പിന്നെ തൊട്ടടുത്ത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് ചാടി കുളിക്കാൻ അടിപൊളി ഒരു പഞ്ചായത്തിൻ്റെ ഒരു കുളമുണ്ട് കേട്ടോ. പിന്നെ അത് കൂടാതെ നിങ്ങോട്ട് പറയുകയാണെങ്കിൽ പിന്നെ അദ്ദേഹം പറഞ്ഞല്ലോ ഒരു മസ്ജിദിനെ പറ്റി പറഞ്ഞല്ലോ, എന്താണ് പറഞ്ഞത്? കാഞ്ഞിരറ്റം പള്ളി. ഒരു മക്കാമാട്ടോ, ഞാനറിയില്ല, ലോകം മുഴുവൻ അറിയാം, വേറെ അറിയില്ല. പിന്നെ പഞ്ചായത്ത് തൊട്ടടുത്ത് 3-4 സ്കൂളുണ്ട്, ലോ കോളേജ് വരെ ഉണ്ട്. ആണോ? എത്ര കിലോമീറ്ററിലുണ്ട്? ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ലോ കോളേജ് ഉണ്ട്. ആഹാ, നിങ്ങൾ എല്ലാം കോട്ടയം ഹൈവേ റോഡ്. കോട്ടയം ഹൈവേ റോഡ് ഇവിടുന്ന് കറക്റ്റ് 1.3 കോട്ടയം മെയിൻ ഹൈവേ ആണ്. മെയിൻ ഹൈവേ റോഡിൽ നിന്ന് ആകെ 1.5 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ വീട്ടിലേക്കുള്ള ദൂരം. കിണറിനെ പറ്റി പറയുകയാണെങ്കിലോ, കാറ്റുണ്ട്. ഇപ്പോഴും നല്ല കാറ്റ് വന്നിട്ടുണ്ട്, ശുദ്ധമായ കാറ്റ് വരുന്നുണ്ട്. കിണറാണെങ്കിൽ വെള്ളത്തിന് 10 കാറ്റിൽ ആവശ്യമുള്ളതാണല്ലേ. പിന്നെ വെള്ളം ഒരിക്കലും പറ്റില്ല, കാരണം ഇവിടെ ഈ കുളം ഉള്ളതുകൊണ്ട് കാലാകാലം. എന്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷെ ഞാനിവിടെ ഞങ്ങൾ 2 നേരം നനയ്ക്കും ഞങ്ങൾ. ആണല്ലേ. അപ്പോൾ എല്ലാ നിലക്കും ജീവിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ്, പ്രദേശമാണ്. എല്ലാ മതവിഭാഗങ്ങൾക്കും താമസിക്കാൻ പറ്റുന്നൊരു ഏരിയ. അപ്പോൾ ഈ ഒരു വീടിന് എത്രയാണ് നമ്മൾ ഓണർ ചോദിക്കുന്ന വില? അത് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം 47 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. എന്നോടിപ്പോൾ ഞാൻ ഈ ഒരു കച്ചവടക്കാരാകുമ്പോൾ എന്നോട് ചോദിക്കും, അവിടെ തൊട്ടടുത്ത് ഏതൊക്കെയാണ്, മുസ്ലിങ്ങളുണ്ടോ, ഹിന്ദുക്കളുണ്ടോ, ക്രൈസ്തവരുണ്ടോ, അയൽവാസികളുണ്ടോ? ഈ ചോദ്യത്തിനൊന്നും ഇവിടെ ഒരു പ്രാധാന്യമില്ല, കാരണം ഇവിടെ എല്ലാം ഉണ്ട്. നിങ്ങൾ എന്താ ചോദിക്കണം അതൊക്കെ ഇവിടെ ഉണ്ട്, മനസ്സിലാവുണ്ടോ? അപ്പോൾ എല്ലാ നിലക്കും ജീവിക്കാൻ പറ്റിയ ഈ അടിപൊളി ഏരിയയിലേക്ക് സുബൈർ ബാപ്പു, രാജേഷ് ഭായ്, സതീഷ് ഭായ്, ഞങ്ങളെല്ലാവരും നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോളും. നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീട് ആവശ്യം വരും, ഈ ഒരു പ്രദേശത്ത് എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു വീട് നിങ്ങൾക്ക് നിർമ്മിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ, അവരിലേക്കാണ് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. പിന്നെ പ്രവാസികളായ സഹോദരങ്ങളാണ് നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതലും. പ്രവാസികളായ ആൾക്കാർ നമ്മൾ ജോലി കഴിഞ്ഞാൽ എന്താ പണി, പിന്നെ ആ മൊബൈൽ ഇങ്ങനെ നോക്കി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ആ കൂട്ടത്തിലായിരിക്കും, ഇവിടെ ഇപ്പോൾ നമ്മുടെ പ്രദേശത്താണല്ലോ ഇങ്ങനെ ഒരു വീട്, അങ്ങനെ ഉണ്ടോ, എന്നാൽ അതിന് എത്ര വില? അപ്പോൾ നിങ്ങൾ കറക്കിക്കോളിയും വില ചോദിച്ചോളിയും. 47 നമ്മൾ ചോദിക്കുകയാണ്. പിന്നെ എന്താ പറയുക, ടാറ്റ ബിർള പോലെ ഫിക്സഡ് റേറ്റ് ഒന്നുമല്ല. നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഓണർ ഒരു സാധാ സീതാ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ചിലവായ പൈസ, പിന്നെ ഇത്രയും അധ്വാനിച്ചില്ലേ, ഇത്രയും കഷ്ടപ്പെട്ടില്ലേ, എന്തെങ്കിലും ചായ പൈസക്ക് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ ചാവി നിങ്ങളെ കയ്യിൽ തരും. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു കുടിയിരിപ്പിന് വിളിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൻ്റെ വിളിച്ചാൽ മതി, ഇല്ലേ കുഴപ്പമില്ല. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം കേട്ടോ.